അനുജ സൂചിപ്പിച്ചതുപോലെ അടുത്തിനി പോകുന്നത് പ്ലാമൂട്ടിലേക്കാണ്. എൻ്റെ ഒപ്പം വി കെ പ്രശാന്ത് ഉണ്ട്, വട്ടിയൂർക്കാവ് വി കെ പ്രശാന്ത് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വി കെ പ്രശാന്തിന്റെ ഉപതെരഞ്ഞെടുപ്പിനാണ് വി എസ് അച്യുതാനന്ദൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയല്ലേ ഞാൻ ഓർക്കുന്നത്? അങ്ങനെ ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിന്റെ പരിപാടി ഞാൻ ബൈ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ കുറവങ്കോണത്ത് നടന്നിട്ടുള്ള പൊതുയോഗമാണ്. അപ്പം അന്ന് അദ്ദേഹം തീരെ വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാലും അദ്ദേഹം അവിടെ വന്ന് 2 മിനിറ്റാണ് സംസാരിച്ചത്. വിജയിപ്പിക്കൂ എന്ന് അവസാനം 3 തവണ പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം വേദി വിട്ടത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നത്. പിന്നെ അദ്ദേഹം ശയ്യാവലംബിയായി പൂർണ്ണമായും കിടപ്പിലാവുന്ന ഒരു സ്ഥിതിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പങ്കെടുത്ത ഏറ്റവും അവസാനത്തെ പൊതുപരിപാടി കുറവങ്കോണത്തെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം റിപ്പോർട്ട് ചെയ്യാമെന്ന ഒരാൾ കൂടിയാണ്. ആവേശമല്ലതല്ലായിരുന്നു വി എസ് എന്ന വേദിയിലേക്ക്? തീർച്ചയായിട്ടും അന്ന് കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇതിലേക്ക് വരണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നത്. അപ്പോൾ അന്ന് വി എസിനെ കാണാൻ വേണ്ടി നല്ലൊരു ജനസാഗരമാണ് കുറവങ്കോണം ജംഗ്ഷനിൽ തടിച്ചുകൂടിയത്. കുറവങ്കോണംകാർ കണ്ട ഏറ്റവും വലിയൊരു പൊതുയോഗമായിരുന്നു. വലിയൊരു ആവേശം അന്നുണ്ടാക്കി. എല്ലാ നിലയിലും അത് വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു. ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വി എസിന്റെ ഇടപെടൽ, അന്നത്തെ പ്രസംഗമൊക്കെ വളരെ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. നിലനിൽക്കുന്നുണ്ട് ആവേശങ്ങളുടെ മനസ്സിൽ? തീർച്ചയായിട്ടും 3-ാം തവണയിലേക്ക് നമ്മൾ പോകും. വി എസ് സൃഷ്ടിച്ചിട്ടുള്ള ആവേശം തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് നിലനിർത്താൻ പര്യാപ്തമാണ്. അത് സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമവും നമ്മൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും. അത് അനുജ നോക്കൂ, എവിടെയൊക്കെയാണ് വി എസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? വി കെ പ്രശാന്തിന്റെ മണ്ഡലം, ആ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തായിരുന്നു CPM-നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ എത്തി കരുക്കൾ നീക്കിയത് വി എസ് ആണ്. വി എസിന്റെ ആവേശോജ്വലമായ ഇടപെടൽ ആ കുറവങ്കോണം ജംഗ്ഷനെ ഇളക്കി മറിച്ച കഥയാണ്. 2019 നടന്ന ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കഥയാണ് വി കെ പ്രശാന്ത് എം.എൽ.എ നമ്മളോട് അനുഭവം പങ്കുവെച്ചു പോയത്. അതിനുശേഷം തുടർച്ചയായ അദ്ദേഹത്തിന് വിജയങ്ങളാണ് ആ മണ്ഡലത്തിൽ. 3-മതും അദ്ദേഹം വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അവിടെ വി എസ് എന്ന ഫാക്ടർ അവിടെയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലെ ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലാകട്ടെ അവിടെ CPM-ന് ഏറ്റവും അഭിമാന പുരസ്സരം, ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി 1% പോലും സംശയമില്ലാതെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ് ആ പുറകിൽ വരുന്നത്. ആ ദ്വയാക്ഷരി വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ സമര കേരളത്തിന്റെ കരുത്ത് എന്ന് നിസ്സംശയം പറയാം. അത്തരത്തിലുള്ള CPM-ന്റെ തന്നെ ആത്മവിശ്വാസത്തിന്റെ പേരാണ് വി എസ് എന്നുള്ള കാര്യം തർക്കമില്ല. അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. നോക്കൂ, ഈ വിലാപയാത്ര അത് പ്ലാമൂഡിലേക്ക് വരികയാണ്. പ്ലാമൂഡിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞ് പട്ടത്തേക്ക് പോകേണ്ടതുണ്ട്. അവിടെയൊക്കെ ആളുകളുടെ ഒരു വലിയ ജനസഞ്ചയം തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ പങ്കാളിത്തം നോക്കുക അനുജ, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം, നമ്മുടെ വിവിധ ക്യാമറകളിൽ കാണാം, നമ്മുടെ ആകാശ ദൃശ്യങ്ങളിൽ കാണാം. റോഡിന് ഇരുവശവും തങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ആവേശം, അല്ലെങ്കിൽ അവരുടെ നേതാവിന് അവസാനമായി ഒരു നോക്ക് കാണുന്നതിനുള്ള അഭിവാഞ്ജ ഒക്കെ അവരുടെ മുഖത്ത് എടുത്തു കാണാം. അത്ര കണ്ട് അവർ അക്ഷമരായി അങ്ങനെ കാത്തു നിൽക്കുകയാണ് ആ ദ്വയാക്ഷരി അവസാനമായി ഒരു നോക്ക് കാണാൻ. വി എസ് ഈ നഗരത്തോട് യാത്ര പറയുകയാണ്. 6 പതിറ്റാണ്ട് തന്റെ കർമ്മമണ്ഡലം ഈ ജില്ലയായിരുന്നു. ആ ജില്ലയോട് വി എസ് യാത്ര പറയുകയാണ്. അതിവൈകാരികമായി വി എസിനെ നെഞ്ചേറ്റുന്നു തലസ്ഥാന നഗരത്തിലെ ജനങ്ങളും പൊതുജനങ്ങളും എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ, പ്രായഭേദമന്യേ, അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പ്രിയപ്പെട്ട നേതാവിനെ അവർ നെഞ്ചേറ്റുന്നു. അവർ വിങ്ങലോടെ അവർ മുദ്രാവാക്യം ഉയർത്തുന്നു. അവർ തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്നു വി എസിനായി. അവരുടെ കണ്ണും കരളുമായ നേതാവിനെ ഒരു നോക്ക് കാണാൻ വന്നു നിൽക്കുന്നു. ഇനി അങ്ങനെ ഒരു നേതാവില്ല എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുന്നു.